ഇന്നത്തെ സിനിമാ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. തളപതി വിജയ് നായകനെത്തുന്ന ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം സെപ്റ്റംബർ 5 തിയേറ്ററുകളിലേക്ക് എത്തുന്നു. വെങ്കട്ടപ്രഭു സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ഷൂട്ടിങ്ങും ഡബിംഗ് വർക്കുകളും പൂർത്തീകരിക്കുകയാണ്. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ വരുന്ന ഓഗസ്റ്റ് 19 ഗോട്ടിന്റെ ട്രെയിലർ റിലീസ് ചെയ്യുമെന്നൊരു അൺഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഓഡിയോ ലോഞ്ച് ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായ സിനിമയ്ക്ക് തെലുഗു നാട്ടിൽ പ്രീ റിലീസ് ഇവന്റ് സംഘടിപ്പിക്കാനായിട്ട് ഒരുങ്ങുന്നുവെന്നാണ് ഇന്ന് വന്നിരിക്കുന്നത് മറ്റൊരു അപ്ഡേറ്റ്. എമ്പുരാന് ശേഷം ടൈസന് മുന്നേ മുരളി ഗോപി തിരക്കഥ രചിച്ച ഏറ്റവും പുതിയ തമിഴ് മലയാളം സിനിമയുടെ ചിത്രീകരണത്തിന് മുന്നോടിയുള്ള പൂജ എന്ന് നടന്നിരിക്കുകയാണ്. ടിയാൻ സംവിധായകൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ആര്യ നായകനെ എത്തുന്നു. കാസ്റ്റ് അപ്ഡേറ്റ് എല്ലാം തന്നെ ഉടനെ പുറത്തുവരും. ഇന്ന് നുണക്കുഴി എന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. ജിത്തു ജോസഫിന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം വരുന്ന ഒരു ഡാർക്ക് കോമഡി എന്റർടൈനർ സിനിമ കൂടിയാണ് ബേസൽ ജോസഫ് നായകനെ എത്തുന്ന നുണക്കുഴി. ചിത്രത്തിന്റെ ട്രെയിലർ ക്വാളിറ്റി എല്ലാം തന്നെ വളരെ മികച്ചു നിൽക്കുന്നുണ്ട്. അടുത്തയാഴ്ച ഓഗസ്റ്റ് 15 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. കാത്തിരിക്കാം സിനിമയ്ക്കായിട്ട്. താനാര എന്ന സിനിമ ഈ ആഴ്ച ഓഗസ്റ്റ് 9 തിയേറ്റർ റിലീസ് ചെയ്യുമെന്ന് നേരത്തെ അപ്ഡേറ്റ് ഉണ്ടായിരുന്ന സിനിമയാണ്. ഇപ്പോഴത്തെ ഓഗസ്റ്റ് 23 സിനിമയുടെ റിലീസ് മാറ്റിയിരിക്കുകയാണ്. ഒരു ത്രില്ലർ സിനിമയായിട്ട് വരാനിരിക്കുന്ന അനൂപ് മേനോൻ നായകനെത്തുന്ന ചെക്ക്മേറ്റ് ഈ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തും. ഓഗസ്റ്റ് 9 സിനിമ റിലീസ് ചെയ്യുക. കണ്ണൻ താമരക്കുളത്തിന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമയാണ് വിരുന്ന്. ആക്ഷൻ കിങ് അർജുൻ നായകനെത്തുന്ന സിനിമയിൽ മുകേഷ്, നിക്കി ഗൾറാണി ഒപ്പം അജു വർഗീസ് തുടങ്ങിയവർ അഭിനയിക്കുന്നു. ഓഗസ്റ്റ് 23 സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. റായന്റെ വലിയ വിജയത്തിന് ശേഷം ഇനി ഷൂട്ടിംഗ് ആരംഭിക്കാനിരിക്കുന്ന ധനുഷിന്റെ സിനിമകളിലൊന്നാണ് ഇളയരാജ. ഒരു ബയോപിക് സിനിമയായിട്ട് വരാനിരിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഈ വർഷം അവസാനത്തോടെ ആരംഭിക്കും. ആവേശം എന്ന സിനിമയ്ക്ക് പ്രതീക്ഷിച്ചത് പോലെ ഒരു തെലുഗു റീമേക്ക് വരികയാണ്. ബാലയ്യായിരിക്കും ചിത്രത്തിൽ ഫഹദിന്റെ റോളിൽ എത്തുക. നന്നായി എടുത്താൽ ഒരു പക്ഷേ ആവേശം പോലെ തന്നെ വലിയ തരംഗമാകാൻ സാധ്യതയുള്ള ഒരു തെലുഗു സിനിമയായിട്ടാണ് ചിത്രത്തെ നാം കണക്കാക്കുന്നത്. KGF ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം യാഷ് ഒരു സിനിമയിൽ അഭിനയിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ടോക്സിക് എന്ന ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന നയൻതാര നായിക വേഷത്തിലെത്തുന്ന സിനിമയുടെ ചിത്രീകരണം നാളെ ഓഗസ്റ്റ് 8 ആരംഭിക്കുകയാണ്. 2025 ഏപ്രിൽ മാസം സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. അടുത്തയാഴ്ച ഓഗസ്റ്റ് 17 ശനിയാഴ്ച തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുകയാണല്ലോ മണിച്ചിത്രത്താഴ. ഇന്നും ഇന്നലെയുമായിട്ട് സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റേഴ്സ് റിലീസ് ആയിരിക്കുകയാണ്. കുതിരവട്ടം പപ്പുവിന്റെയും ഒപ്പം ഗണേഷ് കുമാറിന്റെയും ക്യാരക്ടർ പോസ്റ്റേഴ്സ് ആണ് പുറത്തു വന്നിരിക്കുന്നത്. സിനിമയ്ക്ക് വമ്പൻ റിലീസ് തന്നെയാണ് ഒരുങ്ങുന്നത്. ലാലേട്ടനെ നായകനാക്കി സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് വരാനിരിക്കുന്ന അടുത്ത മലയാളം സിനിമയാണല്ലോ ഹൃദയപൂർവ്വം. ആശീർവാദ സിനിമാസ് നിർമ്മിക്കുന്ന സിനിമയുടെ ചിത്രീകരണം ഈ വർഷം ഡിസംബറിൽ ആരംഭിക്കുകയാണ്. ഇപ്പോഴത്തെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷന്റെ ഭാഗമായ ലൊക്കേഷൻ ഹണ്ട് ആരംഭിക്കപ്പെട്ടിരിക്കുകയാണ്. സിനിമയുടെ 3/4 ഭാഗം ചിത്രീകരണവും പൂനെയിലാണ്. ഇപ്പോഴത്തെ പൂനെയിലെ ലൊക്കേഷൻ ഹണ്ടാണ് നിലവിൽ നടക്കുന്നത്. ചിത്രം അടുത്ത വർഷം തിയേറ്ററുകളിലേക്ക് എത്തുന്ന ലാലേട്ടൻ സിനിമയാണ്. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ.